ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീക്ക്ലി അനാലിസിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഈ മാസം പ്രൈസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒന്ന് ബുള്ളിഷിലേക്ക് മൂവ് ചെയ്തായിരുന്നു. പക്ഷേ പ്രൈസ് വീണ്ടും ബിയറിഷിലേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സെല്ലേഴ്സ് സ്ട്രോങ് തന്നെയാണ്, എന്നാൽ ബയ്യേഴ്സ് നല്ല രീതിയിൽ പിടിക്കുന്നുണ്ട്. അതെങ്ങനെയാണ് ബയ്യേഴ്സ് എന്താണ് ഇവിടെ സ്ട്രോങ് ആയി നിൽക്കണതെന്ന് നമുക്ക് നോക്കാം. കഴിഞ്ഞ മാസം പ്രൈസ് നല്ല രീതിയിൽ ബിയറിഷിലേക്ക് വന്നു. ഈ മാസമാണ് പ്രൈസ് ഇങ്ങനെ നിൽക്കുന്നത്. അതായത് അതിൻ്റെ മുമ്പത്തെ 2 മാസം എങ്ങനെയാണ് നിന്ന് അതേപോലത്തെ ഒരു മൂവ്മെൻറ്റ്സ് തന്നെയാണ് ഈ മാസം നിൽക്കുന്നത്. ഇനിയും പ്രൈസ് ഇറങ്ങി വരുമോ അല്ലെങ്കിൽ കയറിപ്പോൾ, ഞാൻ എപ്പോഴും പറയുന്നത് ഗോൾഡ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നൊരു പെയർ ആയതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ഏതൊരു പൊസിഷനിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും വരാം. പിന്നെ ഗോൾഡിന് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു റീസൺ വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് പ്രൈസ് കയറാൻ സാധ്യതയുണ്ട്. പക്ഷേ വലിയ പോസിറ്റീവായിട്ടുള്ള ഒരു റീസൺ ഇതേവരെ ഉണ്ടായിട്ടില്ല. നമുക്ക് വീക്കിലേക്ക് വരാം. വീക്കിലേക്ക് ഇച്ചിരി വരുമ്പോൾ നമുക്ക് ഇതാണ് ഏറ്റവും ഹയസ്റ്റ് ആയിട്ടിരിക്കുന്ന ക്യാൻഡിൽ. ഇവിടെ ഐഡിയം എടുത്തിട്ടുണ്ട്. ഇവിടെ നിന്നുള്ള ഫസ്റ്റ് റിയാക്ഷൻ കഴിഞ്ഞു വീണ്ടും ഈ ലോ എടുത്തിരിക്കുന്നത് ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്ത് ലാസ്റ്റ് ലിക്വിഡിറ്റി ഗ്രാബ് എടുത്തേക്കുന്നത് വീക്കിൻ്റെ ഒരു IFC ക്യാൻഡിലാണ്. അതിൻ്റെ ഹൈനെ നെക്സ്റ്റ് ക്യാൻഡിൽ വന്ന് ഹൈനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ലോ പ്രൊട്ടക്റ്റഡ് ആണ്. നമുക്ക് IFC ക്യാൻഡിലാണെങ്കിൽ ഹൈനെ എന്ത് ചെയ്താൽ മതി, ബ്രേക്ക് ചെയ്താൽ മതി. ബിഗ് ബ്രേക്കോ ബോഡി ബ്രേക്കോ ആകാം. നെക്സ്റ്റ് ഈ ക്യാൻഡിൽ നിന്ന് പ്രൈസ് മൂവ് ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ് ക്യാൻഡിൽ ഇവിടെ ഈ ലോ നിൽക്കുന്നിടത്തോളം സമയം ഇവിടെ നിന്നുള്ള ബൈയിങ് എല്ലാം സ്ട്രോങ് ആണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ബൈ ചെയ്യാം. പക്ഷേ ഈ ലോ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ ഈ ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോരുകയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് ഇനിയും താഴേക്ക് പോരാനുള്ള സാധ്യതയും കൂടുന്നതാണ്. അപ്പോൾ നമുക്ക് ഇനിയും നെക്സ്റ്റ് വീക്ക് എവിടെയെങ്കിലുമൊക്കെ ബൈ എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോ ഇച്ചിരി കൂടി സ്ട്രോങ് തന്നെയാണ്. അപ്പോൾ 4000 എന്നുള്ളൊരു പൊസിഷനിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കാനാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ നോക്കുന്നത്. പക്ഷേ നല്ല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വന്നില്ല ഒരു ഏരിയയിൽ. ആ ഏരിയയിൽ വന്ന് പ്രൈസ് നിൽക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 6 ആഴ്ചയായിട്ടുണ്ട് അല്ലേ. 6 ആഴ്ചയായിട്ട് വലിയ രീതിയിലത്തെ ഇവിടെയൊക്കെ പ്രൈസ് വന്ന സമയത്ത് ഉണ്ടായിരുന്ന ഒരു ബൈയിങ് പ്രഷർ ഇവിടെ ഇല്ല. അപ്പോൾ ഇങ്ങനെ ബൈയിങ് പ്രഷർ ഇല്ലാതെ നിൽക്കുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞില്ലേ, നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് വരാനുള്ള പോസിറ്റീവ് ന്യൂസ് ഉണ്ടായാൽ മാത്രമേ അവിടെ നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് വരികയും പ്രൈസ് കയറി പോവുകയും ചെയ്യുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ പ്രൈസ് താഴേക്ക് ഇറങ്ങി വരാം. പക്ഷേ താഴേക്ക് ഇറങ്ങി വരുന്ന ഓരോ ലിക്വിഡിറ്റിയും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയാണ്. അതേപോലെ നിങ്ങൾക്ക് സെല്ലിലേക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റികളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ യൂസ് ചെയ്യുക. നമുക്ക് ഡേയിലേക്ക് വരാൻ. ലാസ്റ്റ് 5 ഡേയ്സ് എന്താണ് നടന്നത്, എവിടെ നിന്നാണോ പ്രൈസ് ഓപ്പൺ ചെയ്ത് അതിനേക്കാൾ താഴെയാണ് പ്രൈസ് ക്ലോസ് ചെയ്ത് നിൽക്കുന്നത്. പക്ഷേ എന്നാലും ഒരു 3 ദിവസം ഒരു ബുള്ളിഷ് ക്യാൻഡിലും 2 ദിവസം നല്ല ശക്തമായിട്ടുള്ള ഒരു ബിയറിഷ് ക്യാൻഡിലുമാണ് നമുക്ക് കാണുന്നത്. പക്ഷേ ബിയറിഷ് എവിടെ നിന്ന് ഇറങ്ങി പോകണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പലപ്പോഴും ബിയറിഷ് സെല്ലെടുക്കുമ്പോൾ സിനിപ്രോ ഞാനത് ഹോൾഡ് ചെയ്യട്ടെ എന്ന് പറയുമ്പോൾ ഞാൻ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എടുത്ത ട്രേഡിൻ്റെ ടാർഗറ്റ് കഴിഞ്ഞു. പക്ഷേ ഇനിയും നമ്മൾ ഹോൾഡ് ചെയ്യണമെന്ന് വെച്ചാൽ ചിലപ്പോൾ റിസ്ക്കാണ്. എന്ന് വെച്ചാൽ ഈ 2 ക്യാൻഡിൽ കണ്ടിട്ട് നമ്മൾ ബാക്കി എല്ലാ ട്രേഡുകളും നമ്മൾ സെല്ലിലേക്ക് എടുത്തു കഴിഞ്ഞാലുള്ള പ്രോബ്ലം. അപ്പോഴും അവരെടുത്ത പൊസിഷനിൽ നിന്ന് പ്രൈസ് ഇറങ്ങുന്നുണ്ട്. പക്ഷേ അതും എന്ത് ചെയ്യുക, അതിൻ്റെ സ്റ്റോപ്പ് ലോസോ ബ്രേക്ക് ഈവനോ അടിച്ച് അതും വീണ്ടും ലിക്വിഡിറ്റി ഗ്രാബ് എടുത്തിട്ടാണ് പ്രൈസ് ഇറങ്ങുന്നത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളിപ്പോൾ ഒരു ട്രേഡ് എടുത്തു, അതിൻ്റെ ടാർഗറ്റ് നിങ്ങൾ മെയിൻ ടാർഗറ്റ് ആയിക്കുക. ബാക്കി ഒരു 50% താഴെ ഒരു 30-25% ഹോൾഡ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ലോങ് ടൈം വേണമെങ്കിൽ ഹോൾഡ് ചെയ്യുക. എന്ന് വെച്ചാൽ നല്ല രീതിയിൽ ഇതുപോലെയുള്ള ഒരു ഇറക്കം നമുക്ക് ഈ ഒരു പൊസിഷനിൽ കിട്ടുന്നില്ല. അതേപോലെ ബൈയിങ് കിട്ടുന്നില്ല. ബൈയിങ് ഹോൾഡ് ചെയ്യണമെന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത്, അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമുക്കൊരു നല്ലൊരു ബിയറിഷ് സ്ട്രക്ചർ ഉണ്ടാകുമ്പോഴത്തേക്കും നമ്മുടെ 4 അവർ ഓൾറെഡി ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നിരിക്കണേ, ചേഞ്ച് ഓഫ് കട്ടല്ല ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നിരിക്കണേ. അതിനുശേഷം 4 അവറിൻ്റെ ഓർഡർ ബ്ലോക്കിൽ വന്ന് പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ പ്രൈസ് റിയാക്ഷൻ തന്നിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ട് നമ്മൾ ഈ ഒരു ബൈയിങ് പൊസിഷൻ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് ഇപ്പോഴും നല്ലൊരു ബൈയിങ്ങിൽ നിൽക്കുന്ന ഒരു പൊസിഷനിലാണ് നിൽക്കുന്നത്, ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉള്ള സമയം. അല്ലെങ്കിൽ ഇവിടെ വരുമ്പോൾ ഇപ്പോഴത്തേക്കും പ്രൈസ് വളരെ ഫാസ്റ്റായിട്ട് പോകും. ചിലപ്പോൾ നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് അല്ലെങ്കിൽ മണിക്കൂറുകൾ കൊണ്ട് $100-150 മൂവ്മെൻറ്റ്സ് കണ്ട് നമുക്ക് നല്ല ലോസ് ഉണ്ടായി നമ്മുടെ ഈ ഒരു ഓബിയിൽ നിന്ന് പ്രൈസ് തിരിച്ച് കയറുന്നത് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അത് കാണാതെ നമ്മൾ ഇവിടെ നിന്ന് എടുത്ത ട്രേഡ് എടുത്തത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ എല്ലാവർക്കും ഏകദേശം ഒരു ധാരണയുണ്ടാവും. പക്ഷേ നമുക്കിപ്പോൾ ഈ OB ഇപ്പോഴും ആക്റ്റീവ് തന്നെയാണ്. അത് ഫെയിലായിട്ടില്ല. 50% മൂവ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫെയിലായിട്ടില്ല. അത് ഫെയിലാകാനുള്ള സാധ്യത ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, സാധ്യതയുണ്ട്. നമുക്ക് ഇനിയിപ്പോൾ ഈ ലോ വന്ന് ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്യണമെങ്കിൽ അപ്പോഴും നിങ്ങൾ ഇതിൻ്റെ താഴ്ത്ത് വന്ന് നിൽക്കുമെന്നും താഴ്ത്ത് വരുമെന്ന് വിചാരിച്ച് നോക്കിയിരിക്കരുത്. ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്യണമെങ്കിൽ നിങ്ങളെടുത്ത ട്രേഡ് നിങ്ങൾക്ക് ഇച്ചിരിയും കൂടി ഹോൾഡ് ചെയ്യാവുന്നതാണ്. 100-150-200 മാക്സിമം നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യുക. പിന്നീട് പ്രൈസ് തരുന്ന നമുക്ക് ഇപ്പോൾ ഞാൻ എന്തുകൊണ്ട് $100-150-$50 എന്നൊക്കെ നമ്മളെ മെൻറ്റർഷിപ്പ് ഗ്രൂപ്പിൽ നമ്മൾ പറയുന്നുണ്ട്. VIP എന്തുകൊണ്ടത് പറയുന്നത് വെച്ചാൽ പ്രൈസ് കയറുമ്പോൾ എന്ത് ചെയ്യണം, പ്രൈസ് കയറുമ്പോഴത്തേക്കും ആ കയറുന്ന സ്ട്രക്ചർ നമുക്ക് ട്രേഡ് എടുത്ത് പോകുമ്പോൾ കയറുന്ന സ്ട്രക്ചർ എന്തായിരിക്കണം, സ്ട്രോങ് ആയിരിക്കണം. സ്ട്രോങ് ആണെങ്കിൽ നമുക്കത് വീണ്ടും ഹോൾഡ് ചെയ്യാം. അല്ലാതെ ഈ ഒരു പൊസിഷനിൽ നിന്ന് നിങ്ങൾക്ക് ഒരു $1000 മൂവ് ചെയ്യുക, അല്ലെങ്കിൽ $100-200 മൂവ് ചെയ്യുക, $500 മൂവ് ചെയ്യുക എന്ന് പറയുന്നത് കറക്റ്റ് അല്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ പ്രൈസ് ഒരു BA സ്ട്രക്ചർ ആയതുകൊണ്ട് തന്നെ ബുള്ളി സ്ട്രക്ചർ സ്ട്രോങ് ആയാൽ മാത്രമേ നമുക്കൊരു ട്രേഡ് ലോങ് ടൈം ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ.
അല്ലാതെ വെറുതെ നമുക്കൊരു ഊഹാപോഹങ്ങളിൽ ഒരു ട്രേഡ് എടുക്കണത് എനിക്ക് ഒട്ടും താല്പര്യമില്ല. എന്താണെന്ന് വെച്ചാൽ ഞാനൊരു പ്രൊഫഷണൽ ട്രേഡറാണ്, അതേപോലെ തന്നെ വീക്ക്ലി മന്ത്ലി പ്രോഫിറ്റബിൾ ട്രേഡറാണ്. അപ്പോൾ അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഇമോഷൻസിലൊന്നും പെടാതെ കറക്റ്റ് എനിക്ക് സ്ട്രക്ചർ എന്താണോ തരുന്നത് അത് ഫോളോ ചെയ്ത് ട്രേഡ് എടുക്കുക മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. അപ്പോൾ നമുക്ക് 1 അവറിൻ്റെ സ്ട്രക്ചർ എടുത്ത് നോക്കണമെങ്കിൽ 1 അവറിൻ്റെ സ്ട്രക്ചറിൽ നമുക്ക് ഈ ഒരു വീക്ക് തുടങ്ങിയിട്ട് ഇവിടെ പ്രൈസ് വന്ന് മിറ്റിഗേറ്റ് ചെയ്തു. നമുക്ക് നല്ലൊരു ട്രേഡായിരുന്നു ഇവിടെ തന്നത്. എല്ലാവരും ഈ ട്രേഡ് എടുത്തെന്ന് വിചാരിക്കുന്നു. ആദ്യം നമുക്ക് ഈ ഒരു പൊസിഷനിൽ നമ്മളൊരു മൺഡേ തന്നെ ട്രേഡ് എടുത്ത് ഏകദേശം ഒരു 50% റിയാക്ട് ചെയ്തിട്ട് എന്ത് ചെയ്തു, നമുക്ക് ബ്രേക്ക് ഈവൻ അടിച്ചു. ഒരിക്കലും സ്റ്റോപ്പ് ലോസ് അല്ല, നമ്മുടെ മൺഡേ ഫസ്റ്റ് ട്രേഡ് ഇതായിരുന്നു. ഏകദേശം നമ്മൾ ട്രേഡ് എടുത്ത പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 50 പ്രൈസ് എവിടം വരെ മൂവ് ചെയ്തു നോക്കി, 80 വരെ മൂവ് ചെയ്തു. അപ്പോൾ $30 ഞാൻ പറഞ്ഞത് 10, 20, 30 നിങ്ങൾക്കൊക്കെ ടാർഗറ്റ് വെക്കാവുന്നതാണ്. പ്രീവിയസ് ഹൈ വെക്കുമ്പോഴത്തേക്ക് $10 മുകളിലാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, പ്രീവിയസ് ഹൈ വെക്കാതിരിക്കുക. അങ്ങനെയൊക്കെ പറഞ്ഞ് മിക്കവരും ഇതിൽ നിന്ന് പ്രോഫിറ്റ് എടുത്ത് ഒരുപാട് ടാങ്ക്സ് റിപ്ലൈ ഒക്കെ തന്നായിരുന്നു. വളരെ സന്തോഷം. പക്ഷേ അതിനേക്കാളും ബെറ്റർ ട്രേഡായിരുന്നു ഇതിൻ്റെ ടാർഗറ്റ് കംപ്ലീറ്റ് അടിച്ചതാണ്. ഞാൻ ആദ്യം ഇങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടാർഗറ്റ് ഇതായതുകൊണ്ട് തന്നെ, ഈ ഒരു ഹൈ ആയതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞതാ ഈ ഒരു ഹൈ വെക്കരുത്, ഈ ഒരു ഗ്യാപ്പ് മിറ്റിഗേറ്റ് ചെയ്ത് എപ്പോൾ വേണമെങ്കിലും ഇറങ്ങാമെന്ന്. അതങ്ങനെ തന്നെ സംഭവിച്ചു. ഞാൻ ട്രേഡ് ഹോൾഡ് ചെയ്ത് ഫസ്റ്റ് ടാർഗറ്റ് അടിച്ചു, സെക്കൻഡ് ടാർഗറ്റ് അടിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ വെച്ചതാ ഈ ഒരു മൂവ്മെൻറ്റ്സ്. അപ്പോൾ പല ആൾക്കാർ ഇത്രയും മൂവ്മെൻറ്റ്സ് കണ്ടിട്ട് അടുത്ത തേർഡ് ടാർഗറ്റ് ഇങ്ങോട്ട് കയറ്റി വെക്കുകയും ചെയ്ത ആൾക്കാരുണ്ട്. ഈ ഒരു ക്യാൻഡിൽ കാണുമ്പോൾ പല ആൾക്കാരുടെയും ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയസ്സ് നല്ല രീതിയിൽ ബുള്ളിഷാണ്, തകർത്ത് കയറിപ്പോകാൻ. പക്ഷേ നിങ്ങൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസിൻ്റെ ഈ ഹൈയുടെ ഒരു പ്രീവിയസ് ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താണ് ചെയ്തേക്കുന്നത്, ലിക്വിഡിറ്റി ഗ്രാബാണ്. പ്രൈസിന് കിട്ടാനുള്ള ലിക്വിഡിറ്റി കിട്ടി, ഈ ഒരു പൊസിഷനിലത്തെ ലിക്വിഡിറ്റി എടുത്തു, പ്രൈസ് എന്ത് ചെയ്തു, ടപ്പെന്നും പറഞ്ഞ് താഴേക്ക് പോയി. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു 50 മിനിറ്റിൻ്റെ ഹോബി ഉണ്ടായിരുന്നു, അവിടെ ഒരു സെല്ല് പറയായിരുന്നു. ആ സെല്ല് ഞാൻ പറയാഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാരും ഈ ഒരു ട്രേഡിൽ കയറി. പല ആൾക്കാരും പറഞ്ഞു, സിനിബ്രോ അവിടെ നിന്ന് ഉറപ്പായിട്ടും ഇവിടം വരെ എത്തുള്ളൂ എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് റിയാക്ഷൻ ഉണ്ടാവുമെന്ന് ഉറപ്പല്ല, ഞങ്ങളൊക്കെ ഈ ട്രേഡിൽ കയറിയിട്ടാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിലത്തെ ഒരു OB ഞാൻ അവിടെ മാർക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇവിടെ ഇടുന്ന ആൾക്കാർക്ക് കൺഫ്യൂഷൻ ആവും. എന്നെ സംബന്ധിച്ചൊന്നും ഈ OBയിലെത്താൻ സാധ്യതയേക്കാളും കൂടുതൽ ഇവിടുന്ന് പ്രൈസ് ഇറങ്ങാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആ ട്രേഡ് ഇടായിരുന്നത്. അതിനുശേഷം പ്രൈസ് നല്ല ഗംഭീരമായിട്ട് ഇറങ്ങി 50 മിനിറ്റിൻ്റെ അവരിൽ 1 അവറിൻ്റെ എടുത്തില്ല, 15 അടുത്ത് അവിടെ നിന്ന് ടാർഗറ്റൊക്കെ അടിച്ച് നല്ലൊരു ടാർഗറ്റൊക്കെ നമുക്ക് കിട്ടി. പിന്നെ നമുക്ക് സെക്ഷൻ ട്രേഡ്സുകളാണ് നമുക്ക് ഉണ്ടായത്. അപ്പോൾ ഞാൻ പറഞ്ഞ ഇൻറ്റേണൽ 1 അവർ 15 മിനിറ്റൊക്കെ ഇതൊക്കെ മെയിനായിട്ട് നോക്കി ട്രേഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടാർഗറ്റാണ്. നമ്മൾ VIP മെൻറ്റർഷിപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ട് ഇട്ട ട്രേഡുകളെല്ലാം തന്നെ ഞാൻ വോയിസ് ആയിട്ടും നമ്മുടെ ട്രേഡുകൾ മാർക്ക് ചെയ്തും അതേപോലെ കിട്ടിയ കൺഫർമേഷനൊക്കെ ഇട്ട ട്രേഡുകളെല്ലാം തന്നെ ടാർഗറ്റ് അടിച്ച ഒരു SLO ഒരു ബ്രേക്ക് ഈവൻ പോലും ഇല്ലാതെ ഫിനിഷ് ചെയ്ത ഫസ്റ്റ് വീക്കായിരുന്നു. അപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു. കുറേ ആളുകൾക്ക് പ്രോഫിറ്റ് എടുത്തതും സന്തോഷമായിട്ടുള്ള ഇത്ര $ഒക്കെ കിട്ടിയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആയിട്ടിരുന്നു. അപ്പോൾ നമ്മൾ എത്രത്തോളം അടിപൊളിയായിട്ട് നമ്മൾ ഈ സ്ട്രക്ചർ അഴക്കുള്ളൂ, നിങ്ങൾ ധൈര്യമായിട്ട് എടുക്കുക. അവിടെ നിങ്ങൾക്ക് ബ്രേക്ക് ഈവനോ സ്റ്റോപ്പ് ലോസോ അല്ലെങ്കിൽ ടാർഗറ്റോ എന്തോ ആയിക്കോട്ടെ, പക്ഷെ അതൊരു ഞാൻ ആ ഗ്രൂപ്പിൽ അടക്കുന്ന ഒരു ട്രേഡ് വാലിഡ് ട്രേഡാണ്. അവിടെ നിങ്ങൾക്ക് എന്തോ അടിച്ച് കഴിഞ്ഞാലും എന്ത് ചെയ്യുക, നിങ്ങളതൊരു വാലിഡ് ട്രേഡാണ്, നിങ്ങൾ പക്കയായിട്ട് എടുക്കുക. പക്ഷേ നിങ്ങൾ ആ ട്രേഡ് എടുക്കുകയും അത് കറക്റ്റായിട്ട് മാനേജ് ചെയ്യും, അത് ട്രേഡ് കൺട്രോൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വം. അതെനിക്ക് വന്ന് ചെയ്യാൻ പറ്റില്ല. നമ്മളിവിടെ ചെയ്യുന്ന ഒരു സ്പൂൺ ഫീഡിങ് അല്ല, നമ്മൾ വ്യക്തമായിട്ട് എന്നാൽ പോലും നമ്മൾ കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ട്രേഡ് സെറ്റാകണം, എനിക്ക് ലൈഫിൽ സെറ്റാകണം, ഒരു മെൻറ്റർ വേണമെന്നുള്ള താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ആ VIP മെൻറ്റർഷിപ്പ് ഗ്രൂപ്പിൽ എന്ത് ചെയ്യാം, ആഡാകുന്നതാണ്. നിങ്ങൾക്ക് VIP എന്നും പറഞ്ഞ് എൻ്റെ നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഒരു മെസ്സേജ് മാത്രം അയച്ചാൽ മതി, ബാക്കി ഡീറ്റെയിൽസ് ഞാൻ അടക്കുന്നതാണ്. അപ്പോൾ നമുക്ക് പിന്നീട് വരുന്നതെല്ലാം സെക്ഷൻ ട്രേഡുകളാണ് ഞാൻ പറഞ്ഞു. നമുക്ക് അതിനുശേഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഹൈക്ക് നമ്മൾക്ക് ഇവിടെ ഒരു 50 മിനിറ്റിൻ്റെ ഐഡിയം ഉണ്ട്, ഇൻറ്റേണലാണ്. ഈ ഹൈ ആണ്, ഇതാണ് ക്യാൻഡിൽ, ഹൈ എടുത്ത ക്യാൻഡിൽ ഇതാണ്, അതിൻ്റെ ഐഡിയം എടുത്തു പ്രൈസ്. അതിന് ശേഷം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സെക്ഷനും കൂടി ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇച്ചിരി ക്ലിയർ ആയിട്ട് നമുക്ക് ആ ട്രേഡ് എടുക്കാം. അതിനുശേഷം ഈ ഒരു സെക്ഷനിൽ അതിൻ്റെ ലോ ലിക്വിഡേറ്റ് ചെയ്തെങ്കിൽ നമുക്കൊരു കൺഫർമേഷൻ കിട്ടിയില്ല. അതിനുശേഷം ആ ഗ്യാപ്പിലാണ് ഞാൻ എടുക്കില്ല. അതിനുശേഷം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമുക്ക് ആ ഒരു ഈ ലണ്ടൻ മാർക്കറ്റിൽ വന്നിട്ട് അതിൻ്റെ ലോ എടുത്തു, ടാർഗറ്റ് എപ്പോൾ എവിടെ വെക്കും, ഇവിടെ വെക്കരുത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളൊരു ഇൻറ്റേർണൽ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഹൈ എടുക്കണമെന്നില്ല. നേരത്തെ ഉണ്ടായിരുന്ന ഹൈ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തത് കൊണ്ട് തന്നെ വീണ്ടും പുൾ ബാക്ക് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മളത് ഈ ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ മാക്സിമം നമുക്ക് റൺ ചെയ്യാവുന്നത് എവിടെയാണ്, നമ്മളുടെ ലണ്ടൻ്റെ ഹൈ. പല ആൾക്കാർക്കും പറ്റുന്നതാണ്. എന്നാൽ ഇവിടുന്ന് ബൈ എടുത്തും ഇവിടെ നിന്ന് എൻ്റെയോടൊപ്പം സെല്ലെടുത്ത ആൾക്കാർ മൂന്നാമത് തെറ്റിക്കുന്നൊരു കാര്യമാണ്. ഈ ബൈ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് 1, 2, 3 ആ ദിവസം തന്നെ മൂന്നാമത്തെ ട്രേഡ് എടുക്കുമ്പോഴത്തേക്ക് അവരെന്ത് ചെയ്യും, ഇത് ടാർഗറ്റ് വെക്കും.
കോൺഫിഡൻസ് കൂടും. ഞാൻ പറഞ്ഞു ഇത് വെച്ചാൽ മതിയെന്ന്. പക്ഷേ കോൺഫിഡൻസ് കൂടി ഇത് ടാർഗറ്റ് വെച്ച ആൾക്കാരുണ്ട്. അവർക്കെല്ലാവർക്കും ഇനി നമ്മളെന്ത് ചെയ്യുക, കോമൺ നെക്സ്റ്റ് ട്രേഡിൽ കയറും. എന്ന് വെച്ചാൽ അടുത്ത ന്യൂയോർക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഹൈ എടുത്തിട്ടുണ്ടോ ട്രേഡ്. ഇതിൻ്റെ ന്യൂയോർക്ക് മാർക്കറ്റ് തന്നെ ടാർഗറ്റ് വെച്ചത് എന്തുകൊണ്ടെന്നാൽ ന്യൂയോർക്ക് മാർക്കറ്റ് ക്ലോസ് ആയി. പിന്നെ അത് ഹോൾഡ് ചെയ്യുന്നത് റിസ്ക്കാണ്. പിന്നെ നമുക്ക് കിടന്ന് ഉറങ്ങുകയും ചെയ്യേണ്ടതില്ല. അപ്പോൾ നോക്കുമ്പോഴെന്നാൽ ന്യൂയോർക്ക് മാർക്കറ്റിൻ്റെ ലോ തന്നെ എടുത്തിട്ടുണ്ട്. ഓക്കെ മതി, കഴിഞ്ഞു, ക്വിറ്റ്. ആ ട്രേഡിൽ നിന്ന് പുറത്തു വന്നു. വീണ്ടും പ്രീവിയസ് ആ ഒരു സെക്ഷൻ്റെ ഹൈ എടുത്തിട്ടുണ്ട്. പ്രൈസ് അവിടെ നിന്നാണ് ഇറങ്ങുന്നത്. ഓക്കെ, പിറ്റേ ദിവസം തന്നെ നമുക്ക് വെനസ്ഡേ തന്നെ അന്ന് തന്നെ രാത്രി എന്ത് ചെയ്തിട്ടുണ്ട്, ടേസ്റ്റേ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു ഇതിൻ്റെ ഹൈ എടുത്തിട്ടാണ് പ്രൈസ് ഇറങ്ങി. ഇത് നല്ലൊരു ട്രേഡ് തന്നെയാണ്. നിങ്ങൾക്ക് ഇവിടെ നിന്നൊക്കെ സെല്ലെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, പ്രീവിയസ് ഡേയുടെ ലോ വരെ നിങ്ങൾക്ക് ടാർഗറ്റ് ചെയ്യുക. പ്രീവിയസ് ഡേയുടെ ലോ ഏതാ, ഇതാണ് കറക്റ്റായിട്ട് ആ പ്രീവിയസ് ഡേയുടെ ലോ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ട്രേഡ് കഴിഞ്ഞു. നിങ്ങളിപ്പോൾ എന്ത് സെക്ഷൻ ട്രേഡല്ല ചെയ്തത്, നിങ്ങൾക്ക് സെക്ഷൻ ട്രേഡായിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അല്ലെ പ്രീവിയസ് ഡേയുടെ ട്രേഡ്, സെക്ഷൻ ട്രേഡ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഈ ലോയാണ് നിങ്ങൾ ടാർഗറ്റ് വെക്കുന്നത്. ഈ ലോ വന്ന് ഹിറ്റ് ചെയ്തിട്ട് പ്രൈസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഡേയുടെ ടാർഗറ്റ് ആണെങ്കിൽ ഈ ലോ തന്നെ ചെയ്യുന്നതാണ്. ഇങ്ങനെ ഇവിടുന്ന് പ്രൈസ് കയറിപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ വളരെ $2-3 വേണ്ടി അത് ഹോൾഡ് ചെയ്യേണ്ട കാര്യമില്ല. വീണ്ടും പ്രൈസ് ഓപ്പൺ ചെയ്തു. നമുക്ക് ഈ ദിവസം നോക്കി ഏഷ്യൻ, ലണ്ടൻ, ന്യൂയോർക്ക്. ലണ്ടനിൽ പ്രൈസ് നമുക്ക് ഇതൊരു എടുക്കും എന്നുറപ്പുള്ള, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ ലണ്ടൻ ക്ലോസ് ചെയ്യുമ്പോൾ ആ ട്രേഡ് അങ്ങോട്ട് ബ്രേക്ക് ഇവനോ അല്ലെങ്കിൽ ക്ലോസ് ചെയ്തോ കളയുക. നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് കിട്ടില്ല. നെക്സ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പ്രീവിയസ് സെക്ഷൻ്റെ ഹൈ ഒന്നും എടുത്തിട്ടില്ല, ലോ എടുത്ത് ഇവിടെ നിന്നാണ്. അതിനുശേഷം പ്രൈസ് റിയാക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കൊരു ഫസ്റ്റ് പ്രോഫിറ്റും കിട്ടിയിട്ടുണ്ടാകും. സെക്കൻഡ് ബ്രേക്ക് ഇവനും ഹിറ്റ് ചെയ്തിട്ടുണ്ടാകും. എന്ന് വെച്ചാൽ ന്യൂയോർക്ക് കഴിഞ്ഞ് ഇനി അത് ഹോൾഡ് ചെയ്തിട്ട് എന്ത് കാര്യമായിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ബ്രേക്കിന് അടിച്ചിട്ടുണ്ടാകും. വീണ്ടും പ്രീവിയസ് സെക്ഷൻ്റെ ലോ എടുത്തു, അതൊരു ഗ്യാപ്പിലാണ്. അതിനുശേഷം സംഭവിച്ചിരിക്കുന്നത്. ഓക്കെ കണ്ടോ. അതിനുശേഷം നമുക്കിവിടെ പ്രീവിയസ് സെക്ഷൻ്റെ ലോ എടുത്ത് നമ്മൾ ഏഷ്യനിൽ വീണ്ടും ട്രേഡുകളുണ്ട്. അതിനുശേഷം ലണ്ടൻ കഴിയുമ്പോഴത്തേക്ക് ന്യൂയോർക്ക് തുടങ്ങുമ്പോൾ ലണ്ടൻ്റെയും ഏഷ്യൻ്റെ ലോ എടുത്തു. നമുക്ക് അവിടെ നിന്ന് ട്രേഡ് എടുക്കാം. അതിനുശേഷം എന്ത് ചെയ്യുക, പ്രീവിയസ് സെക്ഷൻ്റെ ഹൈ എടുത്തു, പ്രൈസ് വീണ്ടും റിയാക്ട് ചെയ്ത് നിൽക്കും. ഇങ്ങനെ പൊസിഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞത്, നിങ്ങൾ ഏഷ്യനിലും ലണ്ടനിലും നിങ്ങൾ ധൈര്യമായിട്ട് ഈ ട്രേഡൊക്കെ ഞാൻ എടുത്ത് ഗ്രൂപ്പിൽ വോയിസ് ഇട്ടതാണ് എടുക്കാനായിട്ട്. നമ്മൾ മോർണിംഗ് നിൽക്കുമ്പോൾ തന്നെ ഈ ഒരു പൊസിഷനിലാണ് പ്രൈസ് ചെയ്യുന്നത് വെച്ചാൽ പിന്നീട് ആ പൊസിഷൻ പ്രൈസ് എന്ത് ചെയ്തിട്ടില്ല, ബ്രേക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ഓൾറെഡി ഏഷ്യൻ, ലണ്ടനും ട്രേഡ് ചെയ്തിട്ട് ന്യൂയോർക്ക് ട്രേഡ് ചെയ്താൽ നീക്കം വീക്കെൻഡാണ്. നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന ടൈമാണ്. അപ്പോൾ ഒരുപാട് ഹോൾഡ് ചെയ്യരുതെന്ന് എടുത്ത് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ കറക്റ്റായിട്ട് പറയുന്ന കാര്യങ്ങൾ എഴുതി വെക്കുകയും നോട്ട് ചെയ്ത് വെക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട്, ഇപ്പം ഞാനാണത് ചെയ്യുന്നതെങ്കിൽ ഞാൻ ഈ വീക്ക്ലി അനാലിസിസ് ഇരുന്ന ട്രേഡുകളെല്ലാം മാർക്ക് ചെയ്ത് വെക്കും, എല്ലാം അലർട്ട് വെക്കും, അതിനകത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ എഴുതി വെക്കും. നെക്സ്റ്റ് VIP ഗ്രൂപ്പിൽ വരുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കും, അത് എഴുതി വെക്കും. എഴുതി വെക്കുക എന്ന് പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും മറക്കാതെ നമ്മുടെ മൈൻഡിലുണ്ടാവും. നമ്മുടെ ആ പ്രൊഫഷനോട് കാണിക്കുന്ന ആ ഒരു ആത്മാർത്ഥതയാണ്. അത് നിങ്ങൾക്ക് റിസൾട്ടായിട്ട് കിട്ടുന്നതാണ്. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക്, ഞാൻ ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്ത സമയത്തൊക്കെ തന്നെ എല്ലാ ആഴ്ചയും ഇതേപോലെ സാറ്റർഡേ സൺഡേ ഞാൻ തന്നെ അനാലിസിസ് ചെയ്തിട്ട് ഞാൻ തന്നെ ട്രേഡുകൾ എഴുതി വെക്കും, പുതിയ ട്രേഡ് മാനേജ്മെൻറ്റുകൾ എഴുതി വെക്കും. ഇങ്ങനെ കണ്ടുപിടിച്ചിട്ടുള്ള ട്രേഡുകളും കാര്യങ്ങളും ട്രേഡ് മാനേജ്മെൻറ്റാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയും ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഇതേപോലെ നമ്മുടെ മെൻറ്റർഷിപ്പ് ഗ്രൂപ്പിൽ വരുന്ന ട്രേഡുകൾ പരമാവധി എടുക്കാൻ നോക്കുക. നമ്മുടെ മെൻറ്റർഷിപ്പ് ഗ്രൂപ്പിൽ വരുന്ന ട്രേഡുകൾ ഫോളോ ചെയ്താൽ മാത്രം മതി. നിങ്ങൾക്ക് എവറി വീക്ക് ആൻഡ് മന്ത് പ്രോഫിറ്റിൽ പോകാൻ പറ്റും. അപ്പോൾ എനിക്ക് ഇത്രയുമേ പറയാനുള്ളൂ. ഇപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ 4 hourൻ്റെ ലോ ലിക്വിഡേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അവിടെ നിന്നൊരു ബൈ നോക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇപ്പോൾ ഒരു 1 hourൻ്റെയൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സെക്ഷൻ മാറ്റാം. സെക്ഷൻ്റെ ട്രേഡ് എന്തായാലും എടുക്കട്ടെ. ഞാൻ ഗ്രൂപ്പിൽ പറയുന്നത് പോലെ തന്നെ ബൈ ആൻഡ് സെല്ലൊക്കെ നിങ്ങൾ എടുക്കുക. ഇപ്പോൾ സെക്ഷൻ്റെ ആണെന്നുണ്ടെങ്കിലും 1 hourൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഈ ലോയ്ക്ക് ഇതാണ് ഹൈ, ഈ ഹൈക്ക് ഇത് ഇൻസൈഡാണ്. ഈ ഹൈക്ക് കഴിഞ്ഞു, അവിടെ നിന്ന് റിയാക്ഷൻ വന്നില്ല, ബോഡി ബ്രേക്ക് തന്നെയായിരുന്നു. നെക്സ്റ്റ് റിയാക്ട് ചെയ്യുന്ന ഒരു പൊസിഷനിലാണ്. ഇനിയും പ്രൈസ് കയറി വരണമെങ്കിൽ ഈ വിക്കോബിയോ അല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും കയറി വരുന്നുണ്ട് ഈ ഒരു പൊസിഷനോ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കുക. അവിടെ നിന്നൊക്കെ നല്ലൊരു പുൾ ബാക്ക് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ 50 മിനിറ്റിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ബൈയും സെല്ലും നോക്കുക. ഒരിക്കലും സെല്ല് മാത്രം നോക്കരുത്, ഒരിക്കലും ബൈ മാത്രം നോക്കരുത്. 2 സെക്ഷനിലേക്ക് നോക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പക്ഷേ 2 സൈഡ് ഞാൻ പറയുന്നത് പോലെ ഒരുപാട് ലോങ് ടൈം ഹോൾഡ് ചെയ്യാതെ ടാർഗറ്റുകൾ വെച്ച് ടാർഗറ്റ് ചെയ്യുന്ന പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് പിന്നീട് നമ്മൾ ബ്രേക്ക് ഇവനൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രേക്ക് ഇവൻ അടിക്കണമെങ്കിൽ നമ്മളെ സംബന്ധിച്ച് പ്രോബ്ലം ഇല്ല. ഓൾറെഡി ബ്രേക്ക് ഇവൻ അടിച്ച ട്രേഡുകളിൽ നിന്നെല്ലാം തന്നെ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ടാകും, പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ എല്ലാവർക്കും നെക്സ്റ്റ് വീക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാകട്ടെ എന്നും നല്ല രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്ത് ട്രേഡ് മാനേജ്മെൻറ്റ് സെറ്റ് ചെയ്ത് പ്രോഫിറ്റിലെത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.